പൊന്നാ എന്നാ എന്നാങ്കേ ഒന്നുമില്ലേ? ഓ എന്നാ പൊന്നാ അമ്മ പകിട്ട് சொல்லு. ദേ അവൻ എന്തോ പറയാനുണ്ടെന്ന്. ആ എനക്ക് തിരിയും. ദേ വരുന്നേ. അതെ ആ ഇന്ന് ബുധനാഴ്ചയല്ലേ? ആ ആ പലിശക്കാരൻ മണി വരും. ശോ. അടുത്ത ആഴ്ച രണ്ടോ കൂട്ടി കൊടുക്കാൻ ചൊല്ലു. കഴിഞ്ഞ ആഴ്ച ഇത് തന്നെയല്ലേ പറഞ്ഞേ? നീ എന്തേലും ഒന്ന് പറഞ്ഞു വിട്. ദേ ആ കുഞ്ഞിനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. എങ്കെ ആ ആണ്ട്. പാടാ സൈക്കിളല്ലേ? അപ്പൊ നോക്കട്ടെ, നമുക്ക് മേടിക്കാം. ഇപ്പൊ തൽക്കാലം സ്കൂളിൽ പോ കേട്ടോ. ശരിയപ്പാ. മുടിയൊക്കെ അങ്ങ് വളർത്തില്ലടാ. ഞാൻ പോയിട്ട് ആ വരാം. ശരി. അമ്മ കൂട്ടുകാർക്ക് എല്ലാവർക്കും സൈക്കിളുണ്ടമ്മ. ഞാൻ മാത്രമാണ് നടന്നു പോകുന്നത്. അതും എവ്വളോ നടക്കണമെന്ന് തെരിയുമാ. പകിട്ടൊരു ചിന്ന സൈക്കിൾ വാങ്ങിത്തരാൻ പറയുമ്മ. ഞാൻ എവ്വളോ നാളായി പറയുന്നു. അവൻ എവളോ നാളെ ആശപ്പെടുന്ന ഒരു ചിന്ന സൈക്കിൾ. അവൻ്റെ സ്കൂളിലെ കുട്ടികൾക്കെല്ലാം ഉണ്ട്, അവന് മാത്രമില്ല. എനിക്ക് സങ്കടം എന്താണെന്ന് വെച്ചാൽ അവൻ ഇതുവരെ നമ്മളോടൊന്നും പറയുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവൻ്റെ ഉള്ളിൽ വിഷമുണ്ട്, അതെനിക്ക് തരും. നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ഒരു സൈക്കിളൊക്കെ മേടിക്കാന്ന് പറഞ്ഞാലേ 12,500 രൂപയാകും. എൻ്റെ കച്ചവടം കൊണ്ട് എങ്ങനെ ഒപ്പിച്ചെടുക്കാനാ? നാളെയാ ഇഷ്ടീകളത്തിലെ ഗണേശമോളാണ് ഞാൻ ചോദിക്കട്ടെ. നാളെ കിട്ടിയാൽ നമുക്ക് മേടിക്കാം. നാളെ കിട്ടുമോ? കിട്ടൂടി, കിട്ടുമെന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. കിട്ടും. പൊന്നാ, അപ്പാക്ക് കാശ് കിട്ടാൻ കടവിൽക്കിട്ടെ സൊല്ല്. അപ്പാ പുതിയൊന്നും വേണ്ടപ്പാ, ഒരു പഴയ സൈക്കിളായാലും മതി.
என்ன சொன்ன? ஏன் காசு எப்போ கிடைக்கும்? காசு வாங்குമ്പோ தெரியாத திரும்ப தர வேணும்னா நாளை சாயங்காலத்துல ஏன் காசு என் கையில வேணும். வச்சுடு. சரி சரி சரி. മുതലാളി തമ്പി അങ്ങ് പാറ്. വേല ചെയ്യുന്നവരെ പാറ്. അവര് വേലക്കാരല്ലേ, എങ്കിട്ട് കാശ് തരാൻ ഉള്ളവര്. എന്നടാ പാക്കുற വേല പാറ്. തമ്പി எல்லாருக்கும் கணேசன் காசு வேணும். ஆனா திரும்பி சோதிக்கும் போது ஒருவனுக்கிட்ட காசு இல்லை. என்ன பண்ண முடியும்? அதனால ஏதாவது டாக்குமெண்ட்ஸ் வாங்க, அப்புறம் காசு தரும். அப்ப தம்பி போய் டாக்குமெண்ட்ஸ் கிடைச்சா திரும்பி வா. എന്നാ போப்பா, എൻ്റെ வேற வேலை இருக்கு. ஒரு அப்பாவி வந்து கடவுளே. വാടാ. கடவுளே சைக்கிளா? സൂപ്പറാ. ஆஹா, பாத்து பாத்து. கொள்ளாடா. கேரு கேரு. பதுக்கே பதுக்கே. പൊന്നാ, എന്നാപ്പാ? പോകുമ്പോഴേ ആ സൈഡിൽ കൂടെ പോണം. ശരിയപ്പാ. പോലെ ആ അതൊക്കെ പോണേ.